നമസ്കാരം. ഇന്നലെ തത്വമയി ന്യൂസ് പുറത്തുവിട്ട വാർത്തയാണിത്. അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്കൊന്ന് കടക്കാം. രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെയും ജനാധിപത്യ സ്ഥാപനങ്ങളെയും അട്ടിമറിക്കാനും ചോരപ്പുഴ ഒഴുക്കാനും പരസ്യമായി ആഹ്വാനം ചെയ്ത വ്ളോഗർ മുഹമ്മദ് അനസ് ഒടുവിൽ കടുത്ത നിയമക്കുരുക്കിൽപ്പെട്ടതോടെ മാപ്പപേക്ഷയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ദില്ലിയിലെ പ്രക്ഷോഭത്തിന്റെ മറവിൽ പോലീസിന്റെ തലയിടിച്ചു പൊട്ടിക്കണമെന്നും പാർലമെന്റും ഹൈക്കോടതിയും കത്തിക്കണമെന്നും ആക്രോശിച്ച ഈ രാജ്യദ്രോഹി ഭിന്നതയുടെയും ആക്രമണത്തിന്റെയും വിഷം തുപ്പി ജനവികാരം ഇളക്കിവിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ ശക്തികളെയും അവരുടെ കുപ്രചാരണങ്ങളെയും ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല എന്ന കർശന നിലപാടിലാണ് ദേശസ്നേഹികളായ ജനങ്ങൾ. ഫസ്റ്റ് എല്ലാവരോടും സോറി പറയാണ്. കാരണം എന്താ വെച്ചാല് ഇന്നലെ ഞാൻ ഡൽഹിയിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെ കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഇട്ടിനി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ലീഗൽ അഡ്വൈസർ വിളിച്ച് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ഇറങ്ങി ആകെ വൈറലായി, മൊത്തത്തിൽ ഇതായി പ്രശ്നമായി. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ പറയാണ്, ആ വീഡിയോ ഞാൻ ഇട്ടത് ഇന്ത്യയിൽ ഒരു തെറ്റ് പറ്റിപ്പോയി. ഇന്ത്യ തെറ്റാണ്, എന്റെ തെറ്റാണ്. ഞാൻ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. അപ്പത്തെ എന്തോ ഒരു ആവേശത്തില് എന്തോ നമ്മളിപ്പോ വണ്ടി അടിച്ചാൽ എങ്ങനെ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയില്ല. അതേമാതിരി എങ്ങനെയോ ഞാൻ ഈ സാധാരണ വീഡിയോ ചെയ്യുന്നതാണ്. പക്ഷെ അപ്പൊ എന്താ ഞാൻ പറഞ്ഞതെന്ന് എനിക്കൊരു ഇതുമില്ല, അറിയാതെ പറ്റിപ്പോയി. അപ്പൊ അതിന് ഞാൻ എല്ലാവരോടും സോറി പറയാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ കേസ് കൊടുത്ത്, ഒരുപാട് ആൾക്കാര് ഡൽഹി പോലീസിനെ മെൻഷൻ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാണും. കാരണം എന്താ വെച്ചാല് നമ്മള് കേരളക്കാരല്ലടാ. ഒരു തെറ്റ് പറ്റിപ്പോയാൽ നമുക്കൊന്ന് ക്ഷമിച്ചൂടെ? ഒരു തെറ്റല്ലേ? ഞാന് എന്തെങ്കിലും ഞാൻ മതകീയായിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യലുണ്ട്, രാഷ്ട്രീയമായിട്ട് ഞാൻ ആരെയും കളിയാക്കലില്ല. ഞാൻ എന്റെ വ്ളോഗ് ഇടലുണ്ട്, പിന്നെ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഓരോ റിയാക്ട് ചെയ്യലുണ്ട്. അങ്ങനത്തെ ഓരോ കാര്യങ്ങളല്ലേ ഞാൻ ചെയ്യലുള്ളൂ. അല്ലാതെ ഞാൻ എന്റെ തെറ്റാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് പറയണത്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മാപ്പ് പറയണത്. സോഷ്യൽ മീഡിയയിൽ ചെയ്തൊരു തെറ്റാണ്. അത് ഞാൻ തിരുത്തി ഡിലീറ്റ് ചെയ്തിന് 5 മിനിറ്റിന്റെ ഉള്ളിൽ. പക്ഷെ അത് സ്പ്രെഡായി. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ സോറി പറയാം. കാരണം എന്താ വെച്ചാല് ഞാൻ എന്റെ പേര് ഓക്കെ അനാഷ് എന്നാണ്. എന്റെ ശരിക്കത്തെ പേര് മുഹമ്മദ് അനസ് എന്നാണ്. ഞാൻ ആ പേര് പോലും ഞാൻ ഇതിലിടല്ലേ. കാരണം എന്താ വെച്ചാല് നമ്മളെ വീഡിയോ എന്നുള്ള എല്ലാവരും കാണുന്നതാണ്. കുറെ ആൾക്കാര് രാജ്യദ്രോഹി, തീവ്രവാദി, സുഡാപ്പി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇതൊക്കെ പാടെ നമുക്ക് കേൾക്കുമ്പോൾ നമ്മളെ മാനസിക നില തെറ്റുണ്ടടാ. നമ്മള് മെന്റലി ഇനി എന്താ ചെയ്യാ, അങ്ങനെ മേലക്ക് ആലോചിക്കുക. കാരണം എന്താ വെച്ചാല് ഒരു സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ മുഴുവൻ മെസ്സേജ് അയക്കുക, കോള് ഇന്നിപ്പോ 1000 കോള് വന്നതേക്ക് ഓലൊക്കെ വിളിക്കുന്നതാണ് തീവ്രവാദി, സുഡാപ്പി, അങ്ങനെ. അപ്പൊ നമ്മളെ മൈൻഡ് ഇങ്ങനെ മാറുക. ഇനിയിപ്പോ മരിച്ചാലോ, അങ്ങനത്തെ ഒക്കെ തോട്ട് വരിക നമ്മളെ മൈൻഡിക്ക്. അപ്പം ദയവേത് അങ്ങനല്ല. ഞാനെന്താ വെച്ചാല് സോറി പറയാണ്. കാരണം തെറ്റ് പറ്റിപ്പോയി. നമ്മള് കേരളക്കാരല്ലടാ, നമുക്ക് ക്ഷമിച്ചൂടെ? നമ്മള് ചിലപ്പോ ഇതിൽ എനിക്കൊരു പാർട്ടിയും ഇല്ല. നമ്മള് UDF, LDF, BJP ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ഏതെങ്കിലും പാർട്ടിനെ കുറ്റം പറയണേ, എന്തെങ്കിലും റിയാക്ഷൻ വീഡിയോസ് ചെയ്യാന്നല്ലാതെ ഞാൻ അങ്ങനത്തെ ഒരു ഇതല്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്നും ഇത് വെക്കരുത്. കാരണം എന്താ വെച്ചാൽ ഈ നാഷണൽ വള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനാണ്. അങ്ങോട്ടേക്കൊക്കെ മെൻഷൻ പോയി അങ്ങനെ വീഡിയോ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സീനാണ്. കാരണം എന്റെ ഒരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, സോറി. ഇനി ഇങ്ങനത്തെ ഇതുപോലത്തെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള സാധനങ്ങളൊന്നും ഞാൻ ചെയ്യണമില്ല, ഒന്നും ഇതാക്കണമില്ല, നിർത്തി. കാരണം എന്താ വെച്ചാല് ആകെ മെന്റലിയടാ, ആകെ ഒരു സുഖം കിട്ടില്ലടാ, ഭയങ്കരടാ. അപ്പൊ എല്ലാരോടും സോറി. ഇനി ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ എന്തായാലും ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ തൊടൂലടാ, സോറി. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സമാധാനത്തിനും എക്കാലത്തും വലിയ ഭീഷണിയാണ് ഇത്തരം നവമാധ്യമ വേഷധാരികൾ ഉയർത്തുന്നത്. യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തിൽ അശാന്തിയും കലഹവും ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. നേപ്പാളിലെയും ശ്രീലങ്കയിലെയും മാതൃക ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലും ചോരപ്പുഴ ഒഴുക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഈ വ്യക്തി രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ ഹൈക്കോടതിയും നിയമനിർമ്മാണ സഭയായ പാർലമെന്റും അടിച്ചു തകർക്കണമെന്നാണ് വീഡിയോയിലൂടെ ആവശ്യപ്പെട്ടത്. ജനാധിപത്യ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് പിന്നിൽ വലിയൊരു ഗൂഢാലോചന തന്നെയുണ്ട്. സ്വന്തം രാജ്യത്ത് അക്രമം അഴിച്ചുവിടാൻ ആഹ്വാനം ചെയ്യുന്നവരെ ഒരു കാരണവശാലും നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കരുത്. സമൂഹത്തിൽ അശാന്തി വിതയ്ക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിൽ. ഇന്നലെ പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം പുറത്തു നിന്നുള്ള ചില തീവ്രവാദ ശക്തികളുടെ പിന്തുണയോടെയാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് എന്നതും സംശയമാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ച ഇക്കൂട്ടരുടെ മുഖംമൂടിയാണ് ഇപ്പോൾ അഴിഞ്ഞു വീണിരിക്കുന്നത്. പൊതുസമൂഹത്തിനു മുന്നിൽ നാണം കെട്ട ശേഷവും
ഇവർ വീണ്ടും പുതിയ നുണകളുമായി ഇറങ്ങാൻ സാധ്യതയുണ്ട്. നാടിന്റെ സമാധാനം കെടുത്താൻ ശ്രമിക്കുന്ന ആർക്കെങ്കിലും അനുകമ്പ നൽകുന്നത് ദേശത്തോടുള്ള വലിയ വഞ്ചനയായിരിക്കും. രാഷ്ട്രീയ മുതലെടുപ്പിനായി ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുന്ന നിലപാടാണ് ചിലർ സ്വീകരിച്ചിരിക്കുന്നത്. വിദേശ ഫണ്ടുകളുടെയും ചില ലാഭേച്ഛയുള്ള സംഘടനകളുടെയും സഹായത്തോടെ നമ്മുടെ രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ആരുടെയും കണ്ണിൽ പെടാത്തതല്ല. സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു തെരുവിലിറക്കാനും കലാപങ്ങൾ സൃഷ്ടിക്കാനുമുള്ള മാസ്റ്റർ പ്ലാനാണ് ഇവർ നടപ്പിലാക്കാൻ നോക്കിയത്. രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഇത്തരം ശക്തികൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. നിയമത്തിന്റെ കരങ്ങൾ മുറുകിയപ്പോൾ മലയാളി വികാരവും പാവം ചമയലും മുന്നിൽ വെച്ച് രക്ഷപ്പെടാൻ നോക്കുന്ന തന്ത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വീഡിയോ പുറത്തു വന്ന് മിനിറ്റുകൾക്കകം നിയമോപദേശത്തിന്റെ പേരിൽ അത് ഡിലീറ്റ് ചെയ്തെങ്കിലും ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം കുറഞ്ഞു പോകുന്നില്ല. താൻ സാധാരണക്കാരനാണെന്നും രാഷ്ട്രീയമോ മതപരമോ ആയ കാര്യങ്ങളിൽ ഇടപെടാറില്ല എന്നുള്ള വാദങ്ങൾ തികച്ചും കാടടച്ചുള്ള നുണകളാണ്. പോലീസിന്റെ തലയടിച്ചു പൊട്ടിക്കണമെന്നും ദില്ലിയിൽ ചോരപ്പുഴ ഒഴുക്കണമെന്നും ആഹ്വാനം ചെയ്ത ഒരാൾക്ക് പിന്നീട് മാപ്പപേക്ഷിച്ച് രക്ഷപ്പെടാൻ സാധിക്കില്ല. ജനങ്ങളെ സംഘടിപ്പിച്ച് രാജ്യത്ത് ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് കൃത്യമായ നിയമപരമായ നടപടികൾ തന്നെ ഇയാൾക്കെതിരെ സ്വീകരിക്കേണ്ടതുണ്ട്. മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രം ദേശദ്രോഹ കുറ്റം ഇല്ലാതാകുന്നില്ല. സൈബർ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് സംഘടിതമായി നടത്തുന്ന കുപ്രചാരണങ്ങൾ സമൂഹത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. വ്യാജ പ്രൊഫൈലുകളും ഒളിഞ്ഞുകിടക്കുന്ന അജണ്ടകളും ഉപയോഗിച്ച് ജനങ്ങളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യാൻ വലിയൊരു സംഘം തന്നെ രംഗത്തുണ്ട്. ഇന്നലെ പുറത്തുവന്ന തെളിവുകൾ പ്രകാരം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇത്തരം സന്ദേശങ്ങൾ എത്തിച്ച് രാജ്യത്ത് വർഗീയ ലഹളകളും അശാന്തിയും ഉണ്ടാക്കാനാണ് ശ്രമം നടന്നത്. എന്നാൽ ഇതിന്റെ എല്ലാം ഉറവിടം എവിടെയാണെന്നത് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇത്തരം സൈബർ കുറ്റവാളികളെയും രാജ്യവിരുദ്ധ ആഹ്വാനങ്ങൾ നടത്തിയവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശക്തമായ അന്വേഷണം അനിവാര്യമാണ്. സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായി എന്ന് പറഞ്ഞ് അനുകമ്പ പിടിച്ചുപറ്റാൻ നോക്കുന്നവരുടെ തന്ത്രങ്ങൾ ജനം തിരിച്ചറിയണം. നിയമത്തിന്റെ കരങ്ങൾ എത്ര നീളമുള്ളതാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എത്ര വലിയ സ്വാധീനമുള്ളവരായാലും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ സംസാരിച്ചാൽ അനുഭവിച്ചോ തീരൂ എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇന്നലെ മാപ്പ് പറയാൻ തയ്യാറായതിലൂടെ തങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് ഇവർ പരോക്ഷമായി സമ്മതിക്കുകയാണ് ഉണ്ടായത്. എങ്കിലും ഇനിയൊരു അവസരത്തിൽ ഇത്തരത്തിലുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് മുതിരാതിരിക്കാൻ ശക്തമായ ശിക്ഷാ നടപടികൾ തന്നെ നൽകേണ്ടതുണ്ട്. നിയമപരമായ വഴികളിലൂടെ ഈ ഗുണ്ട സംഘത്തിന്റെ വേരുകൾ തോണ്ടി പുറത്തെടുക്കേണ്ടത് നാടിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ജനാധിപത്യ സ്ഥാപനങ്ങളെ തകർക്കാൻ ആഹ്വാനം ചെയ്തവർക്ക് ജയിൽ തന്നെയാണ് സ്ഥലം. വ്യാജ വാർത്തകളും കെട്ടുകഥകളും രാജ്യവിരുദ്ധ ആഹ്വാനങ്ങളും തിരിച്ചറിയാൻ ഇന്നത്തെ കേരളം സമൂഹം വളരെയേറെ പാകപ്പെട്ടിരിക്കുന്നു. ആര് എന്തു പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. ഇന്നലത്തെ സംഭവത്തോടെ ഇത്തരം കള്ളപ്രചാരകരുടെ മുഖംമൂടിയാണ് പൂർണ്ണമായും അഴിഞ്ഞു വീണിരിക്കുന്നത്. സമൂഹത്തിൽ സമാധാനവും ഐക്യവും നിലനിർത്താൻ ഇത്തരം വിദ്വേഷ പ്രചാരകരെ സാമൂഹികമായി ബഹിഷ്കരിക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. തീവ്രവാദ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശക്തിയെയും നമ്മുടെ മണ്ണിൽ വേരോടാൻ അനുവദിക്കരുത്. രാഷ്ട്രീയ ലാഭത്തിനും സോഷ്യൽ മീഡിയയിലെ റീച്ചുകൾക്കും വേണ്ടി രാജ്യത്തിന്റെ താല്പര്യങ്ങളെ ഒറ്റുകൊടുക്കുന്ന പ്രവണത ഒരു കാരണവശാലും വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ല. മാപ്പ് പറഞ്ഞ് തലയൂരാൻ ഇനി ശ്രമിക്കേണ്ട. ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത്തരം മാപ്പർഹിക്കാത്ത കുറ്റങ്ങൾ ചെയ്യുന്നവരെ നിയമത്തിന്റെ മുന്നിൽ നിശിതമായി വിചാരണ ചെയ്യണം. രാജ്യത്തിന്റെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെയും നിയമവ്യവസ്ഥയെയും വെല്ലുവിളിച്ചുകൊണ്ട് ദില്ലിയിൽ ചോരപ്പുഴ ഒഴുക്കണമെന്നും പോലീസിന്റെ തലയെറിഞ്ഞ് പൊട്ടിക്കണമെന്നും പാർലമെന്റും ഹൈക്കോടതിയും കത്തിച്ച് ചാരമാക്കണമെന്നും പരസ്യമായി ആഹ്വാനം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കൂടി കയ്യടി നേടാനും റീച്ചുകൾ കൂട്ടാനും വേണ്ടി മാത്രം ഇത്തരം രാജ്യവിരുദ്ധ വിഷം തുപ്പിയ ഇയാൾ നിയമക്കുരുക്കിൽ കുടുങ്ങിയതോടെ കടുത്ത നിയമ നടപടികൾ വരുന്നെന്ന് ബോധ്യപ്പെട്ടതോടെയുമാണ് ഒടുവിൽ മാപ്പപേക്ഷയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു ആവേശത്തിൽ പുറത്തു പറഞ്ഞു പോയതാണെന്നും താൻ സാധാരണക്കാരനാണെന്നും മതപരമോ രാഷ്ട്രീയവുമായ കാര്യങ്ങളിൽ ഇടപെടാറില്ലെന്നും പറഞ്ഞ് കണ്ണീരൊഴുക്കി രക്ഷപ്പെടാനാണ് ഇപ്പോൾ ഇയാൾ ശ്രമിക്കുന്നത്. എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷയെയും സമാധാനത്തെയും പണയം വെച്ച് ഇത്തരം ഭീകരവാദ ചിന്തകൾ പ്രചരിപ്പിച്ചവരെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല. ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം നേപ്പാളിലെയും ശ്രീലങ്കയിലെയും ബംഗ്ലാദേശിലെയും ആക്രമണങ്ങളുടെ മാതൃക ഇന്ത്യയിലും നടപ്പിലാക്കണമെന്നും യുവാക്കൾ അതിനായി തെരുവിലിറങ്ങണമെന്നുമായിരുന്നു ഇയാളുടെ ആഹ്വാനം. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റും നീതിപീഠമായ ഹൈക്കോടതിയും ജനക്കൂട്ടത്തെ ഉപയോഗിച്ച്
മരിക്കണമെന്നും പോലീസുകാരെ തല്ലി തകർക്കുന്നത് കാണുമ്പോൾ ഹരം തോന്നുന്നുവെന്നും പറഞ്ഞ ഒരാൾക്ക് പിന്നീട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ കുറ്റകൃത്യത്തിൽ നിന്ന് പൂർണ്ണമായി ഊരിപ്പോരാൻ സാധിക്കില്ല. സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന പ്ലാറ്റ്ഫോമിൽ ഇത്തരം പ്രകോപനപരമായ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള ബോധം ഇല്ലാതിരുന്നിട്ടല്ല. വിവാദങ്ങളിലൂടെ വൈറലാകാനും അതുവഴി ലഭിക്കുന്ന ശ്രദ്ധയിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള ബോധപൂർവമായ ഗൂഢശ്രമമാണ് ഇതിന് പിന്നിൽ നടന്നിട്ടുള്ളത്. വീഡിയോ ഇട്ട് ഏതാനും മിനിറ്റുകൾക്കകം നിയമോപദേശത്തെ തുടർന്ന് ഡിലീറ്റ് ചെയ്തുവെന്നും തനിക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്നും ഒക്കെ പറഞ്ഞ് സിമ്പതി പിടിച്ചുപറ്റാൻ നോക്കുന്ന ഈ തന്ത്രങ്ങൾ കേരളത്തിലെ സാധാരണ ജനം എടുത്തുപയോഗിച്ചാൽ അത് വിലപ്പോവില്ല. മാത്രമല്ല, താൻ ഒരു മലയാളിയാണെന്നും നമ്മൾ മലയാളികൾ തമ്മിൽ ഒരു തെറ്റുപറ്റിപ്പോയാൽ ക്ഷമിച്ചൂടെ എന്ന വൈകാരികമായ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള എളുപ്പവഴിയാണ് ഇപ്പോൾ ഇയാൾ സ്വീകരിക്കുന്നത്. കേരളീയരുടെ സാഹോദര്യത്തെയും നന്മയും ദുരുപയോഗം ചെയ്തുകൊണ്ട് താൻ ചെയ്ത ദേശവിരുദ്ധ കുറ്റകൃത്യത്തെ ലഘൂകരിച്ചു കാണാനുള്ള ഈ നീക്കം അങ്ങേയറ്റം അപലപനീയമാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്നവർക്ക് നേരെ കേരള സമൂഹം എക്കാലത്തും ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ആരും തയ്യാറാകില്ല. വിദേശ ശക്തികളുടെയോ അല്ലെങ്കിൽ സമൂഹത്തിൽ അശാന്തി വിതയ്ക്കാൻ ലക്ഷ്യമിടുന്ന ചില സ്ഥാപിത താല്പര്യക്കാരുടെ സ്വാധീനമോ ആശയങ്ങളോ ഉൾക്കൊണ്ടാണ് ഇത്തരം വ്ളോഗർമാർ സമൂഹത്തിന് മുന്നിലേക്ക് വിഷം വമിക്കുന്ന വീഡിയോകളുമായി ഇറങ്ങുന്നത്. അതിനാൽ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാപ്പപേക്ഷയിൽ ഒതുങ്ങേണ്ടതല്ല ഈ വിഷയം. നിയമത്തിന്റെ ഏറ്റവും ശക്തമായ വകുപ്പുകൾ ഉപയോഗിച്ച് ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്തേണ്ടത് ഈ നാടിന്റെ സമാധാനമായ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതം തന്നെയാണ്. നാടിന്റെ സമാധാനവും ക്രമസമാധാന നിലയും തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെയും അവർക്ക് പിന്തുണ നൽകുന്ന ഒളിത്താവളങ്ങളെയും ഒരു കണക്കിലും വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല. സോഷ്യൽ മീഡിയയിലെ റീച്ചുകൾക്ക് ലൈക്കിനു വേണ്ടി രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ അപകടത്തിലാക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ സൈബർ നിരീക്ഷണവും നിയമ നടപടികളും തുടരേണ്ടതുണ്ട്. മാപ്പ് പറഞ്ഞു എന്ന് കരുതി പാർലമെന്റും ഹൈക്കോടതിയും കത്തിക്കണമെന്ന് പറഞ്ഞ ആ വാക്കുകൾ മാഞ്ഞു പോകില്ല. സമൂഹത്തിലെ യുവതലമുറയെ തെറ്റായ വഴിയിലേക്ക് നയിക്കാനും അരാജകത്വം സൃഷ്ടിക്കാനും ശ്രമിക്കുന്ന ഇത്തരം മാധ്യമ വേഷധാരികൾക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിക്കണം. എങ്കിൽ മാത്രമേ ഭാവിയിൽ ആരും ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ പ്രസ്താവനകളും ആഹ്വാനങ്ങളുമായി മുന്നോട്ട് വരാതിരിക്കുകയുള്ളൂ. ദേശസ്നേഹികളായ മുഴുവൻ ജനങ്ങളും ഒത്തൊരുമിച്ച് നിന്ന് ഇത്തരം വിദ്വേഷ പ്രചാരകരെ സാമൂഹികമായി ബഹിഷ്കരിക്കുകയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശക്തമായ പിന്തുണ നൽകുകയും വേണം. രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെയും സമാധാന അന്തരീക്ഷത്തെയും സംരക്ഷിക്കാനായി ഈ കുറ്റവാളിക്കെതിരെയുള്ള നിയമ നടപടികൾ മാതൃകാപരമായിരിക്കണം. ഈ വാർത്തയും അതിനെ തുടർന്നുണ്ടായ നാടകീയ രംഗങ്ങളും അവസാനിക്കുന്നത് ഒരു വലിയ മുന്നറിയിപ്പോടാണ്. കള്ളങ്ങൾ എക്കാലത്തും മൂടിവെക്കാനാകില്ലെന്നും സത്യം എന്ത് വില കൊടുത്തും പുറത്തു വരുമെന്നും ഇത് വീണ്ടും തെളിയിക്കുന്നു. മാപ്പ് അപേക്ഷ കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല ഇവർ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങൾ. കേരളത്തിന്റെ മണ്ണിൽ ഇത്തരം ശ്രമങ്ങളുമായി ഇറങ്ങുന്ന ആർക്കെങ്കിലും ഇനി ഒരിക്കലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത വിധം ശക്തമായ പ്രതിരോധം തീർക്കണം. രാജ്യദ്രോഹികൾക്ക് മാപ്പില്ല, അവർക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിക്കണം. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.